അരുണാചൽ പ്രദേശിൽ ആദ്യമായി കീഴടക്കപ്പെട്ട കൊടുമുടിക്ക് ആറാം ദലൈലാമയുടെ പേരിട്ട് പർവ്വതാരോഹക സംഘം. പിന്നാലെ പ്രതിഷേധവുമായി ചൈനയും രംഗത്തെത്തി. അരുണാചലിലെ തവാങ് മേഖലയിൽ ഇതുവരെ ആരും കീഴടക്കിയിട്ടില്ലാത്ത കൊടുമുടി കീഴടക്കിയ ശേഷം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൗണ്ടനിയറിംഗ് ആൻഡ് അഡ്വഞ്ചർ സ്പോർട്സിലെ 15-അംഗ സംഘമാണ് കൊടുമുടിക്ക് ആറാം ദലൈലാമയുടെ പേരായ സംഗ്യാങ് ഗ്യാസ്തോ എന്ന് നാമകരണം ചെയ്തത്. 17-18 നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആറാം ദലൈലാമ തവാങ്ങിലാണ് ജനിച്ചത്. പർവ്വതാരോഹകർ ചൈനയുടെ പ്രദേശത്തേക്ക് കടന്നു കയറിയെന്നാണ് ചൈന ആരോപിച്ചത്. യുവാക്കളുടെ പ്രവൃത്തിയും നിയമലംഘനമാണെന്ന് ചൈനീസ് വിദേശകാര്യ വക്താവ് ലിൻ ജിയാൻ പറഞ്ഞു. ചൈനയുടെ ഭാഗമാണ് അരുണാചലെന്നും ജിയാൻ ആവർത്തിച്ചു. കിഴക്കൻ ലഡാക്കിലെ യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ സൈനിക വിന്യാസം പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും ചൈനയും ചില ധാരണകളിലെത്തിയെന്ന സൂചനകൾ പുറത്തുവരുന്നതിനിടെയാണ് അരുണാചലിൽ അവകാശവാദം ആവർത്തിച്ച് ചൈന രംഗത്തെത്തിയത്. അരുണാചലിലെ ഗോരിച്ചൻ പർവ്വതനിരകളിലെ 20,942 അടി ഉയരമുള്ള കൊടുമുടിക്കാണ് ദലൈലാമയുടെ പേര് നൽകിയത്. അരുണാചലിലെ മോൻപ ഗ്രാമത്തിനും മറ്റ് ജനതയ്ക്കും നൽകിയ സംഭാവനകൾ കണക്കിലെടുത്താണ് കൊടുമുടിക്ക് ആറാം ദലൈലാമയുടെ പേരിട്ടതെന്ന് നിമ സംഘം വ്യക്തമാക്കി. അതേസമയം ഇന്ത്യ ചൈന സഹകരണം ഏഷ്യയുടെ മുഴുവൻ ഭാവി നിർണ്ണയിക്കുന്നതിൽ സുപ്രധാനമാണെന്നും എന്നാൽ അതിർത്തിയിലെ പ്രശ്നം പരിഹരിക്കുന്നതുവരെ മറ്റു വിഷയങ്ങളിൽ ചർച്ചയ്ക്കില്ലെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. 2020 ഗൽവാൻ താഴ്വരയിൽ സൈന്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായത് ഇരു രാജ്യവും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വരുത്തി. ഇന്ത്യ ചൈന അതിർത്തിയിൽ എല്ലായിടത്തും തർക്കമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂയോർക്കിൽ ഇന്ത്യ ഏഷ്യ ആൻഡ് ദ വേൾഡ് എന്ന പരിപാടിയിലായിരുന്നു ജയശങ്കറിന്റെ പരാമർശം. ഇന്ത്യ ചൈന ബന്ധം ഏഷ്യയുടെ ഭാവിയിൽ നിർണായകമാണെന്ന് ഞാൻ കരുതുന്നു. ലോകം എപ്പോഴും ഇരുധ്രുവക്രമത്തിലല്ല, അത് ബഹുധ്രുവക്രമത്തിലാണ്. ഏഷ്യയിലും അങ്ങനെയാണ്. അത്തരത്തിൽ നോക്കുമ്പോൾ ഏഷ്യയിലെ മാത്രമല്ല ലോകത്തിന്റെ തന്നെ ഭാവിയെ സ്വാധീനിക്കുന്നതാകും ഇന്ത്യ ചൈന ബന്ധം. അയൽ രാജ്യങ്ങളായ ഇന്ത്യയും ചൈനയും മാത്രമാണ് 100 കോടിയിലേറെ ജനസംഖ്യയുള്ള ലോകരാജ്യങ്ങൾ. നിരവധി വിഷയങ്ങളിൽ ഭിന്ന താല്പര്യങ്ങളുള്ള രാജ്യങ്ങളാണ് ഇവ. 75% പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനായിട്ടുണ്ട്. ഇപ്പോഴുള്ള പ്രധാന പ്രശ്നം അതിർത്തി തർക്കവുമായി ബന്ധപ്പെട്ടതാണ്. ചൈനയുമായി ഇന്ത്യക്ക് 3500 കിലോമീറ്റർ അതിർത്തിയാണുള്ളത്. ഇതിൽ എല്ലായിടത്തും തർക്കങ്ങളുണ്ട്. അതിർത്തിയിലെ സൈനിക വിന്യാസം പിൻവലിക്കുന്ന മുറയ്ക്ക് മാത്രമേ അവിടെ പരിഹാരമുണ്ടാകുകയുള്ളൂ. അതിർത്തിയിൽ സമാധാനം പുലർന്നാൽ മറ്റു കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനും നല്ല ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. 2020 ചൈനീസ് സേന യഥാർത്ഥ നിയന്ത്രണ രേഖ ലംഘിച്ചതോടെയാണ് സംഘർഷമുണ്ടായത്. സൈനികർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായതോടെ ബന്ധം വഷളായി. സേനകൾ മുൻപ് ക്യാമ്പ് ചെയ്തിടത്തേക്ക് മടങ്ങിയാൽ മാത്രമേ അതിൽ പരിഹാരമാകൂ, ജയശങ്കർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, വൺ നേഷൻ മീഡിയ.